കൊല്ലത്തെ സംബന്ധിച്ച് ഇടത് കോട്ടയാണ് കൊല്ലം കോർപ്പറേഷൻ ഇതുവരെ ഭരിച്ചിട്ടുള്ളത് LDF മാത്രമാണ് എന്ന പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഇതുവരെ BJP അവിടെ ഒരു ഭരണത്തിലും വന്നിട്ടില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു ചിത്രം കൊല്ലത്തിൻ്റെതെന്ന് ആദ്യം പരിശോധിക്കും. കൊല്ലം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. മലയോര തീരദേശ നഗരമേഖലകൾ ഉൾപ്പെട്ടതാണ് കൊല്ലം ജില്ല. മത്സ്യബന്ധന തൊഴിലാളികൾക്കും തോട്ടം തൊഴിലാളികൾക്കും കശുവണ്ടി തൊഴിലാളികൾക്കുമൊക്കെ വ്യക്തമായ വോട്ടുള്ള ജില്ല. നിലവിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിലും കൊല്ലം കോർപ്പറേഷനുമൊക്കെ ഭരിക്കുന്നത് LDF ആണ്. കൊല്ലം ജില്ലയിൽ ആകെയുള്ള 85 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 60 ഭരണം LDF-ന്, 25 മാത്രമാണ് UDF-ന് ഭരണമുള്ളത്. BJP-ക്ക് സീറ്റൊന്നും തന്നെയില്ല. ഇതിനൊരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യം വയ്ക്കുകയാണ് UDF-ഉം BJP-യും. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരിച്ചുള്ള കണക്കൊന്ന് നോക്കാം. ആദ്യം കൊല്ലം കോർപ്പറേഷൻ. ആകെയുള്ള 55 സീറ്റുകളിൽ 38 ഭരിക്കുന്നത്, അതായത് 38 സീറ്റുകളുള്ളത് LDF-നാണ്. 10 UDF-ഉം 6 BJP-ക്കും SDPI-ക്ക് ഒരു സീറ്റുമാണ് കൊല്ലം കോർപ്പറേഷനിലുള്ളത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 26 സീറ്റുകളാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത്. അതിൽ LDF-ന് 23-ഉം 3 സീറ്റ് UDF-നുമുണ്ട്. BJP-ക്ക് അവിടെ സീറ്റൊന്നും തന്നെയില്ല. നഗരസഭകൾ 4 നഗരസഭകളാണ് കൊല്ലം ജില്ലയിലുള്ളത്. അതിൽ 3 നഗരസഭകളും ഭരിക്കുന്നത് LDF-ഉം ഒരിടത്ത് ഭരണം UDF-നുമാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 11 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കൊല്ലം ജില്ലയിലുള്ളത്. അതിൽ 10 LDF-ഉം UDF ഒരിടത്തും BJP-ക്ക് ഒരിടവും ഭരണമില്ല. ഗ്രാമപഞ്ചായത്തുകളുടെ കണക്ക് നോക്കാം. കൊല്ലം ജില്ലയിലാകെ 68 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. 45 LDF ഭരിക്കുമ്പോൾ 23 ഭരണം UDF-നാണ്. BJP-ക്ക് സീറ്റൊന്നും തന്നെയില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത കൊല്ലം ജില്ലയിൽ ഒരിടത്തും ഭരണം BJP-ക്കില്ല എന്നുള്ളത് തന്നെയാണ്. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, ഈ പറഞ്ഞതുപോലെ ഇടത് കോട്ടയാണ്. പക്ഷേ എന്തൊക്കെ ഘടകങ്ങളായിരിക്കും ഇത്തവണ എന്തെങ്കിലും മാറ്റത്തിനുള്ള സാധ്യത ഉണ്ടാക്കുന്നത്? UDF-നെ സംബന്ധിച്ച് പ്രതീക്ഷയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്? BJP-യെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു സ്ഥലത്ത് പോലും ഭരിക്കുന്നില്ല എങ്കിൽ പോലും അവരെന്തെങ്കിലും സാധ്യതകൾ തേടുന്നുണ്ടോ? എന്തെങ്കിലും സാധ്യത അവർക്കായിട്ട് പ്രാദേശിക തലത്തിലെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ കൊല്ലം നേരിടാനൊരുങ്ങുന്നത്? കൊല്ലം ജില്ല എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള ജില്ലയാണ്. തൊഴിലാളികൾക്ക് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ വ്യക്തമായ സ്വാധീനം പുനലൂർ മുതൽ തുടങ്ങി, അല്ലെങ്കിൽ ആര്യങ്കാവ് മുതൽ തുടങ്ങി ഇങ്ങേറ്റം വരെ എത്തുന്ന ഓരോ സ്ഥലങ്ങളിലും വ്യക്തമായ സ്വാധീനം ഇടതുപക്ഷം ഓരോ കാലഘട്ടത്തിലും കാണിച്ചിട്ടുള്ള ഒരു ജില്ലയായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിന് സമാനമായ കാര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആകെയുണ്ടായിരുന്ന 85 സീറ്റുകളിൽ 60-ഉം അത് LDF-ന് തന്നെ നേടാൻ കഴിയുമെന്ന് പറയുമ്പോൾ അത് വ്യക്തമാവുന്നുണ്ട്. ഇതിനിടയിൽ ചില കണക്ക് വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നതൊഴിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്തായാലും 60-ന് മുകളിൽ ഉള്ള ഒരു സീറ്റുകൾ അവർക്ക് അവിടെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനാണ് ഏറ്റവും പ്രത്യേകത. ഭരിക്കുന്നത് ഏകദേശം 25 വർഷമായി കൊല്ലം കോർപ്പറേഷൻ നിലവിൽ വന്നിട്ട് ഇതുവരെയും ഭരണം എന്ന് പറയുന്നത് LDF-നൊപ്പം തന്നെയായിരുന്നു. മൃഗീയമായ ഭൂരിപക്ഷമാണ് ഓരോ തവണയും നേടാൻ കഴിഞ്ഞത്. അതിലൊരു വ്യത്യാസമുണ്ടായത് കഴിഞ്ഞ തവണയാണ്. അതായത് BJP കൂടെ സ്വാധീനത്തോട് വന്നതോടുകൂടി 6 സീറ്റ് BJP നേടിയതോടുകൂടെയാണ് ഒരു വ്യത്യാസമുണ്ടായത്. മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും 11 ബ്ലോക്കുകളിൽ 10 ഭരിക്കുന്നത് LDF തന്നെയാണ്. അപ്പോൾ എത്രത്തോളം ഉണ്ട് അവരുടെ സ്വാധീനം എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുമ്പോൾ കാര്യം മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDF-നെ ഏറ്റവും അധികം അലട്ടിക്കൊണ്ടിരുന്നത് കൊല്ലം കോർപ്പറേഷനിൽ ഉൾപ്പെടെ വിമത ശല്യമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നേതാക്കളൊക്കെ പറയുന്നത് ഇത്തവണ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാതെ പഴുതടച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ജില്ലയുടെ ചുമതല VS ശിവകുമാറിനാണ്. VS ശിവകുമാർ ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പല ദിവസങ്ങളിലും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. LDF-നെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളൊന്നും നഷ്ടപ്പെടാതെ കൂടുതൽ നേടിയെടുക്കുക, കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, അതായത് 4 നഗരസഭകൾ മുനിസിപ്പാലിറ്റികളുള്ളതിൽ 3 LDF ഭരിക്കുന്നുണ്ട്. അത് 4ആക്കി, മുൻപ് 4 ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു, അതുപോലെ ആക്കി തീർക്കുക എന്നുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. BJP-ക്ക് പല സ്ഥലങ്ങളിലും കോർപ്പറേഷനിലെ പലയിടങ്ങളിലും വ്യക്തമായ മേൽക്കോയുണ്ട്. അത് ഇത്തവണ ഒരുപക്ഷെ ഒരു മുഖ്യ പ്രതിപക്ഷമായി വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 26 എണ്ണത്തിൽ 23 LDF-നുള്ളപ്പോൾ UDF-ന് 3 മാത്രമാണ്. അവിടെ BJP-ക്ക് വലിയ റോളൊന്നും തന്നെയില്ല. എന്തായാലും 68 പഞ്ചായത്തുകളുടെ കണക്ക് വരുമ്പോഴും അത് LDF-ഉം UDF-ഉം തമ്മിൽ മാറി മാറി ഭരിക്കുന്ന ഒരു രീതിയാണ്. എന്തായാലും അതിൽ നിന്നൊരു വ്യത്യാസം വരുമോ എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമായി കൊല്ലം ജില്ലയിൽ ഉറ്റുനോക്കുന്നത്. ധന്യ.